നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു കുബേര പ്രതിമയോ ചിത്രമോ ഉണ്ടാവാം. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് പലരും കുബേരനെ കണക്കാക്കുന്നത്. എന്നാൽ കുബേരൻ എന്ന ഈ ദേവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചോ അദ്ദേഹം എങ്ങനെയാണ് നിധികളുടെ സംരക്ഷകനായതെന്നോ ഉള്ള കാര്യങ്ങൾ അധികമാരും ചർച്ച ചെയ്യാറില്ല. ഹൈന്ദവ പുരാണങ്ങളിൽ സമ്പത്തിൻ്റെയും പ്രൗഢിയുടെയും പ്രതീകമായ കുബേരൻ യക്ഷന്മാരുടെ രാജാവായാണ് അറിയപ്പെടുന്നത്. ഹിമാലയൻ കൊടുമുടികളിൽ ഒളിഞ്ഞിരിക്കുന്ന നദികളുടെ സംരക്ഷകൻ. പക്ഷേ ഈ പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കുബേരൻ ആരായിരുന്നു? ഒരു കഥ പറയാം. പണ്ടൊരിക്കൽ ഒരു ശിവക്ഷേത്രത്തിൽ കള്ളനായ ഒരു യുവാവ് മോഷ്ടിക്കാനായി കയറുന്നു. ഗുണനിധി എന്നായിരുന്നു അയാളുടെ പേര്. ക്ഷേത്രത്തിൽ തെളിയിച്ചിരുന്ന വിളക്ക് അണയാൻ പോയപ്പോൾ സ്വന്തം വസ്ത്രം കീറി ഗുണനിധി വിളക്ക് കത്തിക്കുകയായിരുന്നു. അറിവില്ലാതെ ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തിയാണ് അദ്ദേഹത്തെ പിന്നീട് ശിവന്റെ വരത്തിലൂടെ കുബേരനാക്കി മാറ്റിയത്. ആദ്യകാല വേദങ്ങളിൽ കുബേരൻ ഒരു ദേവനല്ലായിരുന്നു, മറിച്ച് ഇരുട്ടിൻ്റെ ശക്തികളെ നിയന്ത്രിച്ചിരുന്ന ഒരു അസുരനായാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. പുരാണങ്ങൾ പറയുന്ന കഥ അതിലും വിചിത്രമാണ്. ശിവപുരാണം അനുസരിച്ച് കുബേര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വൈരൂപ്യമുള്ളവൻ എന്നാണ്. 3 കാലുകളും 8 പല്ലുകളുമുള്ള ഒരു കുള്ളനായാണ് അദ്ദേഹത്തെ വിവരിക്കാറുള്ളത്. ഒരിക്കൽ തപസ്സിലൂടെ ശിവപ്രീതി നേടിയ കുബേരൻ ഭഗവാനോടൊപ്പം പാർവതി ദേവിയെ കണ്ടപ്പോൾ ദേവിയുടെ സൗന്ദര്യത്തിൽ മോഹിതനായി നോക്കിപ്പോയി. ഈ അസൂയ കലർന്ന നോട്ടത്തിൽ കോപിച്ച ദേവി കുബേരൻ്റെ ഒരു കണ്ണ് ഭസ്മമാക്കി. പിന്നീട് ക്ഷമ ചോദിച്ചപ്പോൾ ആ കണ്ണിന് പകരം മഞ്ഞ നിറത്തിലുള്ള ഒന്ന് നൽകി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിങ്കളാക്ഷൻ അഥവാ മഞ്ഞക്കണ്ണുള്ളവൻ എന്ന പേര് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ലങ്കാപുരിയുടെ ആദ്യത്തെ ഉടമ കുബേരനായിരുന്നു. വിശ്വകർമാവ് നിർമ്മിച്ച ഈ സ്വർണ്ണ നഗരം കുബേരൻ്റെതായിരുന്നു. എന്നാൽ തൻ്റെ അർദ്ധ സഹോദരനായ രാവണൻ ബലപ്രയോഗത്തിലൂടെ കുബേരനെ അവിടെ നിന്ന് പുറത്താക്കി. പുരാണങ്ങൾ പറയുന്നത് തൻ്റെ പിതാവായ വിരശ്രവസൻ്റെ ഉപദേശപ്രകാരമാണ് കുബേരൻ ലങ്ക വിട്ടു നൽകിയത് എന്നാണ്. തുടർന്ന് ഹിമാലയത്തിൽ അലകാപുരി പണിയുകയും അവിടുത്തെ രാജാവാവുകയും ചെയ്തു. അവിടെ ഗന്ധർവന്മാരും അപ്സരസ്സുകളും അദ്ദേഹത്തിൻ്റെ സദസ്സിലെ അംഗങ്ങളായിരുന്നു. രാവണന്റെ പടയോട്ടത്തിനിടയിൽ ദേവന്മാരെല്ലാം ഭയന്നോടിയ ഒരു സന്ദർഭമുണ്ടായി. രാവണനിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ദേവന്മാരും ഓരോ മൃഗങ്ങളുടെ രൂപം സ്വീകരിച്ചു. അന്ന് കുബേരൻ സ്വീകരിച്ചത് ഒരു ഓന്തിൻ്റെ രൂപമായിരുന്നു. പിൽക്കാലത്ത് കുബേരൻ ഓന്തിനോട് നന്ദി കാണിക്കുകയും അവയ്ക്ക് പല നിറങ്ങൾ മാറാനുള്ള കഴിവ് നൽകിയതായും ഐതിഹ്യങ്ങൾ പറയുന്നു. മഹാകവി കാളിദാസന്റെ മേഘദൂത് എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമായ യക്ഷനെ തൻ്റെ ചുമതലയിൽ നിന്ന് വീഴ്ച വരുത്തിയതിന് നാടുകടത്തുന്നത് കുബേരനാണ്. സ്നേഹബന്ധങ്ങൾ പോലും കടമയ്ക്ക് മുന്നിൽ തടസ്സമാകരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു കണിശക്കാരനായ ഭരണാധികാരിയെയാണ് നാം ഇവിടെ കാണുന്നത്. ഹൈന്ദവ വിശ്വാസത്തിന് പുറമെ ബുദ്ധമതത്തിൽ വൈശ്രവണൻ അഥവാ ജംഭാല എന്ന പേരിലും കുബേരൻ ആരാധിക്കപ്പെടുന്നു. ടിബറ്റൻ ബുദ്ധമതത്തിൽ അദ്ദേഹം ധനത്തിൻ്റെ അധിപൻ മാത്രമല്ല, കുതിരകളുടെ സംരക്ഷകൻ കൂടിയാണ്. ജൈനമതത്തിൻ്റെ 19ാമത്തെ തീർത്ഥങ്കരനായ മല്ലിനാഥൻ്റെ സഹായിയായും കുബേരൻ വരുന്നു. ലോകപ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിൽ പോലും വെങ്കടേശ്വര ഭഗവാൻ തൻ്റെ വിവാഹത്തിനായി കടം വാങ്ങിയത് കുബേരനിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നും ആ കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സങ്കല്പം. നമ്മുടെ വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന കുബേരൻ്റെ കഥ വെറും പണത്തിൻ്റെ മാത്രം കഥയല്ല. അത് തെറ്റുകളിൽ നിന്ന് മോചനം നേടി ഉന്നതങ്ങളിലെത്തിയ ഒരാളുടെ ചരിത്രം കൂടിയാണ്. സമ്പത്ത് നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് നീതിപൂർവ്വം സൂക്ഷിക്കുന്നതും എന്ന് കുബേരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.